ഈ നാശത്തിന് ഇനിയും എഴുന്നേൽക്കാനായില്ലേ എന്ന് രുക്മിണി ഉറക്കെ അലറി ചോദിച്ചു. ക്ഷീണം കൊണ്ട് മായയ്ക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ. അവൾ ഞരങ്ങിയും മൂളിയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അല്ലെങ്കിലും പെറ്റമ്മയല്ലല്ലോ സ്നേഹത്തോടെ വിളിക്കാൻ, ഇത് വളർത്തമ്മയല്ലേ. ആറ്റാശ്ശേരി വീട്ടിലെ സേതുരാമന് കുട്ടികളില്ലാതെ ഇരുന്ന സമയത്ത് ദത്തെടുത്തതാണ് മായയെ. ആരുടെ മോളാണെന്നോ എന്നൊന്നും ആർക്കും അറിയില്ല. സേതുരാമനും രുക്മിണിക്കും 10 വർഷം കഴിഞ്ഞപ്പോഴാണ് 3 മക്കൾ ജനിച്ചത്. അതിനുശേഷം മായ ഒരു അധികപ്പറ്റാണ്. ഒരുപാട് ദ്രോഹിച്ചും പാപങ്ങൾ കാണിച്ചുമാണ് പിന്നീട് രുക്മിണി അവളെ വളർത്തിയത്. പക്ഷേ സേതുരാമന് അവളെ ഇപ്പോഴും വലിയ ഇഷ്ടമാണ്. അയാൾ എല്ലാ പരിഗണനയും കൊടുത്ത് അവളെ വളർത്തി. രുക്മിണിയാണെങ്കിലോ നേരെ തിരിച്ചും. രുക്മിണിയുടെ ശബ്ദം ഉയർന്നപ്പോൾ മായ വേഗം എഴുന്നേൽക്കാൻ തുടങ്ങി. 2 പെൺമക്കളെയാണെങ്കിലോ രുക്മിണി വിളിക്കുക പോലും ഇല്ല ജോലിക്കൊന്നും. മായയാണെങ്കിലോ പണിയെടുപ്പിച്ച് കൊല്ലുകയും ചെയ്യും. "ഡി മായേ, വേഗം ഇവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്ക്. ഇന്ന് എൻ്റെ മോളെ കാണാൻ ഒരു കുട്ടി വരുന്നുണ്ട്. വേഗം വേണം. അങ്ങ് അമർത്ത് തുടയ്ക്കടി, നിലത്തിന് വേദനിക്കൊന്നുമില്ല." അവൾ വേഗം തുടയ്ക്കാൻ തുടങ്ങി. രുക്മിണിയുടെ 2 പെൺമക്കൾക്കും ഒരു സ്നേഹവുമില്ല. പക്ഷേ അവളുടെ മകന് നല്ല സ്നേഹമായിരുന്നു മായയോട്. അതോട്ടോ രുക്മിണിക്ക് ഇഷ്ടവുമില്ലായിരുന്നു. അങ്ങനെ പെണ്ണ് കാണാൻ വന്നത് കളപ്പുരയ്ക്കൽ ബദ്രിനാഥിൻ്റെയും ജാനകിയുടെയും മകൻ മഹീന്ദ്രനാഥ്. അവൻ അവിടുത്തെ പോലീസായിരുന്നു, CI മഹീന്ദ്രനാഥ്. ആര് കണ്ടാലും മഹിയെ ഇഷ്ടപ്പെടും. കട്ടിമീശയും നല്ല ഹൈറ്റും മസിൽ ബോഡിയും, ഗുഡ് ലുക്കിംഗ്. "മോളെ ചാരു, റെഡിയായില്ലേ?" രുക്മിണി ചോദിച്ചു. "ടീ മായേ, അവളെ വേഗം റെഡിയാക്കി വിട്." മായ മൂളുന്നു. ചാരു മുട്ടുമറയാത്ത മോഡേൺ ഡ്രസ് ഇടുന്നു. മായ: "വേണ്ട ചാരു, അവർ നല്ല തറവാട്ടുകാരാന്നാ ചെറിയമ്മ പറഞ്ഞേ. നീ ഇത് ഇടണ്ട. പരിഷ്കാരങ്ങളൊന്നും അവർക്ക് പറ്റിയില്ലെങ്കിലോ." ചാരു ഇതു കേട്ടതും അവളോട് കയർക്കുന്നു. മായ നിശബ്ദയാവുന്നു. മഹിയും അവൻ്റെ കൂട്ടുകാരനും കൂടിയാണ് ചാരുവിനെ കാണാൻ വന്നത്. "ഡി മായേ, നീ ഇനി അങ്ങോട്ട് വരണ്ട. പറഞ്ഞത് മനസ്സിലായോ? പോയി ആ പശുവിന് തിന്നാൻ എന്തേലും കൊടുക്ക്." അമ്മ എന്തിനാ മായേച്ചിയോട് കയർക്കുന്നത്? പാവം മായേച്ചി. അല്ലെങ്കിലും മൂത്ത കുട്ടി ചേച്ചിയല്ലേ. ആദ്യം വിവാഹം നടക്കേണ്ടതും മായേച്ചിയുടെ അല്ലേ എന്ന് മനു പറയുന്നു. "ഡാ, നീ ഒന്നും പറയണ്ട. അല്ലെങ്കിലും ഈ ബന്ധം നടന്നു കിട്ടിയാൽ എൻ്റെ മോളും ഞാനും രക്ഷപ്പെടും. അതിനിടയിൽ അവൻ്റെ ഒരു മായേച്ചി. തന്തയും തള്ളയും ആരാന്നറിയാതെ ഇവളൊന്നും കയറി ചെല്ലാൻ പറ്റാത്ത ഇടമാണത്. നല്ല കുടുംബം, നല്ല സാമ്പത്തികം. ഒന്ന് പോടാ, എന്തു വില കൊടുത്തും ഞാൻ ഈ വിവാഹം നടത്തും" എന്ന് രുക്മിണിയും. മായ മനുവിൻ്റെ കയ്യിൽ പിടിച്ചു. "ഇനിയൊന്നും പറയണ്ടടാ, ചെറിയമ്മ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ." ഇതിനിടയിലേക്ക് സേതുരാമൻ കടന്നു വരുന്നു. മായയല്ല, ചാരുവിനെ കാണാനാണ് അവർ വന്നത് എന്നറിഞ്ഞ് കുറേ ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ സേതുരാമൻ്റെ വാക്കുകൾക്ക് പുല്ലിനു വില കൊടുക്കില്ലായിരുന്നു രുക്മിണി. മായ പതിയെ തൊഴുത്തിലേക്ക് പോകുന്നു. അവളുടെ സങ്കടങ്ങളും പരാതികളും അവൾ അമ്മിണി പശുവിനോടാണ് പറയുന്നത്. മഹി ഇവരുടെ ബഹളമെല്ലാം പുറത്തു നിന്നു കേട്ട് മനസ്സിലാക്കി. അവൻ മായയെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. തൊഴുത്തിനടുത്തിരുന്ന് വിഷമങ്ങൾ അമ്മിണിയോട് പറയുന്നു. തൻ്റെ അമ്മയ്ക്ക് ഒരു പരിഷ്കാരിയെയല്ല വേണ്ടത്, ഒരു നാടൻ പെൺകുട്ടിയെയാണ് എന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. മായയുടെ കൊഞ്ചിയുള്ള സംസാരവും കുട്ടികളെപ്പോലെയുള്ള പെരുമാറ്റവും മഹിയെ കൂടുതൽ ആകർഷിപ്പിച്ചു മായയിലേക്ക്. തനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് മായയാവണമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ മഹിയെ കണ്ടതും രുക്മിണി അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടു പോകുന്നു. "ഇരിക്കു മോനെ" എന്ന് പറയുന്നു. മഹി ഇരിക്കുന്നു. "മോളെ ചാരു, ചായ എടുത്തോ." മഹി ചാരുവിനെ കണ്ടതും. "സെർവൻ്റാണോ ഇവിടുത്തെ?" ചാരുവും രുക്മിണിയും ആകെ ജാള്യമായി നിൽക്കുന്നു. "ഏയ് അല്ല, എൻ്റെ മോളാണ് ചാരു." "സെർവൻ്റ് ഇല്ലേ ഇവിടെ?" മഹി ചോദിക്കുന്നു. "ആ ഉണ്ട് മോനെ, ഇപ്പോൾ വിളിക്കാം." "മായേ, ഡി മായേ." മായ ഓടി വരുന്നു. കുളി കഴിഞ്ഞ് തലമുടി തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടിയിരിക്കുന്നു. ഒരു ഭസ്മക്കുറിയും ഒരു സെറ്റുമുണ്ടും. ഇതാണ് മായ. അവളുടെ കയ്യിന്ന് ചായ വേടിക്ക്. "അങ്ങ് കൊടുക്ക് മായേ." "ശരി ചെറിയമ്മേ." മായ ചായയുമായി മഹിയുടെ അടുത്തേക്ക്. "ദാ ചായ." മഹിക്ക് കൊടുക്കുന്നു. മഹി മായയെ നോക്കി. അവൻ മനഃപൂർവ്വം മായയുടെ വിരലിൽ ഒന്ന് തൊട്ടു.